അദ്ദേഹത്തിന് ധൈര്യവും ആ വാശിയും ഞാൻ തന്നെ അഭിനയിക്കും, ഗ്രൂപ്പ് വേണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണ്. അങ്ങനെ ജയലാലി പിടിക്കുന്നു. ഈ ശബ്ദം കേട്ട് സുഗോട്ടൻ നേരെ ബൈക്കിൽ പോകും. ആ പടം കണ്ടവർക്കെല്ലാം അറിയാം. നേരെ മുമ്പോട്ടൊക്കെ പോയി ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുഗോട്ടൻ കാണുന്നത് ഈ ഹെലികോപ്റ്റർ താഴെ ചരിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ സുഗോട്ടൻ മനസ്സിലായി, അയ്യോ അതിൻ്റെ സൈഡിൽ ജയനുണ്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും വീണു. ചിറകിൻ്റെ ഭാഗത്തുനിന്ന് തീയും വരാൻ തുടങ്ങി. പെട്ടെന്ന് അദ്ദേഹം ഓടി അവിടെ ചെന്നു. അപ്പോൾ സുഗോട്ടൻ പറയാറുണ്ട്, അയ്യോ ഈശ്വര, ജയൻ്റെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വ്യായാമം ചെയ്ത് നല്ലതുപോലെ ശരീരം സൂക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഹാരക്രമങ്ങളും അതും ഇതും ഒക്കെ കൊണ്ടുള്ള ഒരു അടിസ്ഥാനപരമായ ആരോഗ്യം കൊണ്ടാവാം. സുഗോട്ടൻ നോക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പൈപ്പ് തുറന്നതുപോലെ ബ്ലഡ് വരിക. ആ ബ്ലഡ് വന്നിട്ടും ജയൻ അത് വെച്ചോണ്ട് സംസാരിക്കുന്നു, സുഖു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പറഞ്ഞൊരു 10 മിനിറ്റ് ഇവരെല്ലാവരും കൂടെ അയ്യോ സാർ വേഗം കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു പോകുന്ന വഴി സുഗോട്ടൻ്റെ മനസ്സിലൊരു വിഷമം. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വീങ്ങി നിന്നു. അപ്പോൾ എന്തോ ഒരു ഹെഡ് ഇഞ്ചുറി തലക്കാടി ഏറ്റിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അൺകോൺഷ്യസ് ആണ്, ബോധം പോയി. ഈ രംഗം അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറിനെ കഷ്ടിച്ചുണ്ടായിരുന്നു.